എവറിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ടുഡേ വി വെൽക്കം യു ഫോർ ഹിയറിംഗ് ഗോഡ്സ് വോയിസ്. ദൈവത്തിൻ്റെ ഒരു ശബ്ദം നമുക്കിന്ന് പകൽക്കാലം കേൾക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 10:38 മുതലുള്ള വചനങ്ങൾ. പിന്നെ അവർ യാത്ര ചെയ്തൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ അവളുടെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മറിയ എന്നൊരു സഹോദരി മാർത്തയ്ക്കുണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം ഇത് ശ്രദ്ധിച്ച് കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. വചനം കേൾക്കുകയും ആമേൻ വചനം ജീവിതത്തിൽ ആമേൻ പ്രാബല്യമാക്കുകയും അനുസരിക്കുകയും വചനം പ്രവർത്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വചനം ഹൃദയത്തിലേക്ക് എടുക്കുകയും ആ ഹൃദയത്തിൽ അത് സ്ഥാപിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ വചനം നമ്മളെ വിടുവിച്ചെടുക്കും. പലരും ഇന്നും അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെയും ഒക്കെ പ്രവചനത്തിന്റെ ഒക്കെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ആമേൻ മറിയ ചെയ്തതുപോലെ, മാർത്തയുടെ സഹോദരിയായി മറിയ ചെയ്തതുപോലെ ദൈവത്തിന്റെ വചനത്തിന്റെ ആമേൻ കാൽ കീഴിലിരുന്നാൽ ആമേൻ മറിയ ആമേൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ആമേൻ ഒത്തിരി തരത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും പ്രവചനങ്ങളും ഒന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ വചനം പ്രസംഗിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ അകത്തൂടെ വചനം പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും പ്രവചന സ്വരങ്ങളും അതിനകത്ത് വന്നിരിക്കും. ദിവസങ്ങളിൽ ആമേൻ മറിയ യേശുവിന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന പോലെ ഈ ദിവസങ്ങൾ ഇരിക്കാൻ റെഡിയായിക്കോ. കർത്താവിനോട് ഇരുന്നാൽ തീർച്ചയായിട്ടും കർത്താവ് ഒരു ദിവസം കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കും. അത് എഴുന്നേൽപ്പിക്കുന്നത് ആ പതിനായിരങ്ങളുടെയും നടുവിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം ഇടയാക്കും. അവരിലൊക്കെ ശ്രേഷ്ഠരാകുവാൻ, അവരിലൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ, നന്മകളാൽ അനുഗ്രഹങ്ങളാലും ദൈവം നടത്തും. അതിൻ്റെ അപ്പുറമായി നിത്യജീവൻ നമുക്ക് തന്ന് നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ അപ്പന്റെ വചനവുമായി ഇരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഈ കേൾക്കുന്ന ഓരോ ജനത്തെ വചനം പഠിക്കുവാനും വചനം ഗ്രഹിക്കുവാനും വചനം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റുവാനും ദൈവത്തിന്റെ കൂടെ ഇറങ്ങി നടക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ കൂടെ ആമേൻ ആദിയിൽ വെള്ളത്തിന്റെ മേൽ ആത്മാവ് പരിവർത്തിച്ച പോലെ വചനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമാറാകട്ടെ. ഇവരുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.